അങ്ങനെ ഓഫുള്ള ഒരു ദിവസം നോക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. നമുക്കിവിടെ ബീച്ചിന് പന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഒന്ന് ട്രാവൽ ചെയ്യേണ്ട, ജസ്റ്റ് 15 minutes. പിന്നെ നമ്മൾ 2 കാറിലായിട്ടാണ് പോകുന്നത്, കാരണം നമ്മുടെ കൂടെ നമ്മുടെ നൈബറായ എലിയും കൂടെ വരുന്നുണ്ട്. ഇതാണ് സാൽബൺ ബീച്ച്. ഇവിടേക്കാണ് നമ്മൾ എപ്പോഴും വരാറ്. നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ഈ ബീച്ച് തന്നെയാട്ടോ. അതല്ല, മറ്റേ അതിന് മുകളിലേക്ക് അവിടെ തന്നെ മണ്ണോ മുമ്പ് പലവട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഹൈക്കിംഗ് ബോർഡിലോട്ട് നമ്മൾ കയറിയിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഇതാ ഇവരോട് വാശി പിടിച്ച് ഞങ്ങൾ കയറാൻ നിൽക്കാണ്. ഞങ്ങൾ കയറി ഇറങ്ങുമ്പോഴത്തേനും അവർ ആ ട്രെയിനിൽ പോയി എക്സ്പ്ലോർ ചെയ്യട്ടെ. ബീച്ചിന്റെ ഈ ഭാഗത്തോട്ട് അധികം വരാത്തതുകൊണ്ട് ഏത് കൂടെയാണ് മേലോട്ട് എത്തേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. മാർഗമല്ലല്ലോ പ്രധാനം, ലക്ഷ്യമല്ലേ. അയ്യോ ഗൈസ്, ചേട്ടനോട് വാശി പിടിച്ച് കയറിയോ വേണ്ടായിരുന്നു. വല്ല കേടുണ്ടായിരുന്നു ഈ മഴയുടെ വണ്ടി കയറിയിട്ട് തീർന്നേ. അയ്യോ, അവരതാ ട്രെയിൻ കയറുന്നു. അയ്യോ അയ്യോ, മൂഞ്ചി ഗൈസ്, മൂഞ്ചി. മല മാറി, ചെറുതായിട്ട് മലയൊന്ന് മാറിപ്പോയി. ആ ഇത് കൂടെ നീറ്റായിട്ട് സ്റ്റെപ്പ് വെള്ളത്തിന്റെ സൂക്കാടായിരുന്നു ഇത് കൂടെ കയറണ്ടേ. ഈ മല ഇത്ര ഉള്ളൂ, നമുക്ക് ആ മല കയറാം. ഈ മല ഇറങ്ങി തിരിച്ചറിയിട്ട് ആ മല കയറാം. ഒറിജിനൽ മല കയറുമല്ലോ എന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് യുവർ ക്രേസി മല്ലിക്കാരി. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.